ശപിക്കപ്പെട്ട ഗ്രാമം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെയൊരു ഗ്രാമത്തെക്കുറിച്ച്? കേൾക്കുമ്പോൾ തന്നെ വിചിത്രമെന്ന് തോന്നും. എന്നാൽ അങ്ങനെയൊരു ഗ്രാമമുണ്ട്. ഖുൽദാര എന്ന ഒരു ഗ്രാമം. രാജസ്ഥാനിലെ ജയ്സാൽമേറിലെ സ്വർണ്ണ മണലുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഖുൽദാര ഗ്രാമം ചരിത്രത്തിൽ ഏറെ നിഗൂഢതകൾക്ക് വഴിതെളിച്ചു. ഇന്ത്യയിലെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളിലൊന്നാണ് ഈ ഗ്രാമം. ജയ്സാൽമേറിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം ഇന്നും നിഗൂഢതകളാൽ നിറഞ്ഞു നിൽക്കുന്നു. എന്താണ് ഈ ഗ്രാമത്തിന് സംഭവിച്ചത്? ഒറ്റ രാത്രി കൊണ്ട് അവിടെയുള്ള ഗ്രാമവാസികൾ അപ്രത്യക്ഷരായി. ഒരാൾ പോലുമില്ലാതെ ആ ഗ്രാമം ശൂന്യമായി തീർന്നിരുന്നു. ആ ഗ്രാമത്തിന്റെ ശൂന്യതയ്ക്ക് പിന്നിൽ ഒരു ഭൂതകാലം തന്നെയുണ്ട്. 1291 പാലിവാൾ ബ്രാഹ്മണർ സ്ഥാപിച്ചതാണ് ഈ ഗ്രാമം. പിന്നെ അത് സമ്പൂർണമായി വളർന്നു വന്നു. വളരെ വരണ്ട പ്രദേശമായതുകൊണ്ട് തന്നെ ജലലഭ്യത കുറവായിരുന്നു. കൃഷി ചെയ്യുന്നതിൽ ആ ഗ്രാമത്തിലെ ആൾക്കാർ സമർത്ഥരായിരുന്നു. അങ്ങനെ ആ ഗ്രാമം സമർത്ഥമായ വാസസ്ഥലമായി മാറി. പിന്നീട് എപ്പോഴോ ആ ഗ്രാമം പൂർണ്ണമായി മുടിഞ്ഞു തുടങ്ങി. ഒടുവിൽ ആർക്കും വേണ്ടാത്ത ഒരു ഗ്രാമമായി മാറി. പിന്നീട് നിരവധി കഥകൾ ഈ ഗ്രാമവുമായി ബന്ധപ്പെട്ട് കേൾക്കാൻ തുടങ്ങി. ഗ്രാമത്തിൽ പ്രേതബാധയുണ്ടെന്നും രാത്രികാലങ്ങളിൽ ഇവിടെ തങ്ങുന്നത് നല്ലതല്ലെന്നുമൊക്കെ കേൾക്കാൻ തുടങ്ങി. ഈ ഗ്രാമം എങ്ങനെ ഇതുപോലെ നിഗൂഢമായി എന്നുള്ളതിന് ഒരു കഥ തന്നെയുണ്ട്. ഖുൽദാര ഗ്രാമത്തിലെ മുഖ്യന്റെ മകളെ സ്വന്തമാക്കാൻ ജയ്സാൽമേറിന്റെ ദുഷ്ടനായ ദിവാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. പെൺകുട്ടിയെ തനിക്ക് തന്നില്ലെങ്കിൽ ഗ്രാമം ഒന്നാകെ ചുട്ടിരിക്കുമെന്ന് ദിവാൻ ഭീഷണി മുഴക്കി. ഇതിൽ ജനങ്ങൾ ഭയന്നുവെങ്കിലും തങ്ങളുടെ ഗ്രാമത്തിലുള്ള ആ പെൺകുട്ടിയെ അയാൾക്ക് നൽകാൻ അവിടുത്തുള്ള ജനങ്ങൾ തയ്യാറായില്ല. ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ ദിവാന്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. തങ്ങൾക്ക് ആ പെൺകുട്ടിയെ നൽകാൻ സാധിക്കില്ല എന്നും പറഞ്ഞു. എന്നാൽ ആ മറുപടിക്കൊന്നും ദിവാൻ യോജിക്കുന്നില്ല. ആ പെൺകുട്ടിയെ വിട്ടു തന്നില്ലെങ്കിൽ തങ്ങളുടെ ഗ്രാമത്തിലെ എല്ലാ ആളുകളെയും ഇല്ലാതെയാക്കുമെന്നുള്ള ഭീഷണിയാണ് പിന്നീട് അങ്ങോട്ടുണ്ടായത്. ഒന്നുകിൽ ആ പെൺകുട്ടിയെ ദിവാൻ വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ ദിവാനുമായിട്ട് യുദ്ധം ചെയ്ത് വിജയിക്കുക. എന്നാൽ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന ആ സാധുക്കൾക്ക് യുദ്ധം എന്ന് പറയുന്നത് ഒരു പോസിബിളായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ അവർ ഒരു തീരുമാനമെടുക്കുന്നു. യുദ്ധം നടക്കുമെന്നുള്ള ദിവസത്തിന്റെ തലേ ദിവസം അവർ തങ്ങളുടെ കൈവശം കൊണ്ടുപോകാൻ പറ്റുന്ന സമ്പത്തെല്ലാം എടുത്തുകൊണ്ടുപോകുന്നു. അവർ അവരുടെ കൈവശമുള്ള സ്വർണങ്ങളും വജ്രങ്ങളും ആവശ്യത്തിനെടുത്ത ശേഷം ബാക്കി അവിടെ കുഴിച്ചിട്ട് മൂടുന്നു. പക്ഷേ അവർ പോകുന്നതിന് മുൻപേ ബ്ലാക്ക് മാജിക് പോലുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം ഉപയോഗിച്ച് അവിടെ ഒരു ശാപമിടുകയാണ്. ആ ശാപം ഇങ്ങനെയാണ്: ഇവിടെ ആർക്ക് വേണമെങ്കിലും വരാം, പക്ഷേ താമസിക്കാൻ കഴിയില്ല. അതവരുടെ നാശത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ശപിക്കുകയാണ്. ഇന്നും അവിടെയുള്ള ജനങ്ങൾ എവിടെ പോയെന്നും എന്ത് പറ്റിയെന്നും ഒരറിവും തന്നെയില്ല. നമ്പർ 2, ബോണക്കാട് ബംഗ്ലാവിലെ 13 വയസ്സുകാരി. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 55 കിലോമീറ്റർ യാത്ര ചെയ്താൽ ബോണക്കാട് ബംഗ്ലാവിലെത്താം. തേയിലത്തോട്ടങ്ങൾക്കിടയിലാണ് ഈ ബംഗ്ലാവ് ഉള്ളത്. ഈ ബംഗ്ലാവുമായി ബന്ധപ്പെട്ടുള്ള പ്രേതകഥകൾ ഇവിടുത്തുകാർക്കിടയിൽ പ്രസിദ്ധമാണ്. പ്രശസ്ത ട്രെക്കിംഗ് സ്ഥലമായ അഗസ്ത്യാർകൂടത്തിലേക്കുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റാണ് ബോണക്കാട്. ഇവിടെ എത്തി വേണം അഗസ്ത്യാർകൂടത്തിലേക്കുള്ള ട്രെക്കിംഗ് ആരംഭിക്കുക. 68 വർഷം പിന്നോട്ട് യാത്ര ചെയ്യണം. ബോണക്കാട് തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഒരു വിദേശിയാണ് ഈ ബംഗ്ലാവ് നിർമ്മിക്കുന്നത്. കുടുംബമൊത്ത് ഇയാൾ ഇവിടെ സന്തോഷ ജീവിതം നയിച്ചു വരികയായിരുന്നു. 13 വയസ്സുള്ള മകൾ മരണപ്പെടുന്നു. എന്നാൽ ഈ മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടായിരുന്നു. ആരോ കൊലപ്പെടുത്തിയാവണം എന്ന രീതിയിൽ കഥകൾ പ്രചരിച്ചു. കുട്ടിയുടെ മരണത്തിൽ തളർന്നുപോയ ഈ ബ്രിട്ടീഷ് കുടുംബം തിരികെ ലണ്ടനിലേക്ക് മടങ്ങി. ആർക്കും വേണ്ടാതെ ആ ബംഗ്ലാവ് അനാഥമായി. കാടുപിടിച്ച് അസലൊരു പ്രേതാലയമായി മാറി. എന്നാൽ മരിച്ച പെൺകുട്ടിയുടെ ആത്മാവ് അവിടെ വിട്ടു പോയില്ലെന്ന് ബോണക്കാട്ട് തേയിലത്തൊഴിലാളികളാണ് ആദ്യം സാക്ഷ്യപ്പെട്ടത്. പലർക്കും ഇതുമായി ബന്ധപ്പെട്ട് പല അനുഭവങ്ങളുണ്ടായി. ഈ പരിസരത്തു കൂടി പോകുമ്പോൾ ഒരു കുട്ടിയുടെ നിലവിളി പലപ്പോഴും കേട്ടിട്ടുള്ളതായും ഇവിടുത്തെ ഗ്രാമവാസികൾ പറയുന്നു. രാത്രികാലങ്ങളിൽ ഇതുവഴി വരാൻ പലരും ഭയന്നു തുടങ്ങി. രാത്രിയിൽ ഈ കുട്ടി ബംഗ്ലാവിന്റെ മുറ്റത്ത് ഉലാത്തുന്ന കാഴ്ച കണ്ടിട്ടുണ്ടെന്നും ചിലർ പറയുന്നു. ഒരിക്കൽ സമീപവാസിയായ ഒരു പെൺകുട്ടി വിറക് പെറുക്കാൻ ബംഗ്ലാവിന്റെ പരിസരത്ത് എത്തുകയുണ്ടായി. എന്നാൽ തിരികെ എത്തിയ ആ കുട്ടി പിന്നീട് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാൻ ആരംഭിച്ചു. അന്ന് മരണപ്പെട്ട കുട്ടിയുടെ ആത്മാവ് ശരീരത്തിൽ പ്രവേശിച്ചതാണ് ഇതിന് കാരണമെന്ന് ഇവിടുത്തുകാർ ഉറച്ചു വിശ്വസിക്കുന്നു. ബംഗ്ലാവിലെ സത്യം തിരിച്ചറിയാൻ ചിലർ ഇവിടെ എത്തുകയും രാത്രി തനിച്ച് താമസിക്കാനും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ പിറ്റേന്ന് രാവിലെ ബോധരഹിതരായി ഇവരെ തേയില തൊഴിലാളികൾ കണ്ടെത്തുകയായിരുന്നു. രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും വ്യക്തമല്ല.
പ്രശസ്ത ഹിൽ സ്റ്റേഷനായ പൊന്മുടിയിൽ നിന്ന് ബോണക്കാട് എസ്റ്റേറ്റിലേക്ക് 36 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്പർ 3, അതിരപ്പള്ളി കാടുകളിലെ ആ ബാലൻ. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സിനിമകൾക്ക് ലൊക്കേഷനായ സ്ഥലമായിരിക്കും തൃശൂർ അതിരപ്പള്ളി വെള്ളച്ചാട്ടവും സമീപത്തെ കാടും. ഇതര ഭാഷാ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിൽ ഇറങ്ങിയ സിനിമകളിൽ അതിരപ്പള്ളി നിറഞ്ഞു നിന്നിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ മനോഹര കാഴ്ചകളും കാടിന്റെ വന്യതയും അനുഭവിക്കാൻ നിരവധി പേരാണ് അതിരപ്പള്ളിയിൽ എത്താറുള്ളത്. രാത്രികാലങ്ങളിൽ ഇവിടെ തമ്പടിക്കുന്നവരെയും കാണാം. എന്നാൽ രാത്രി അതിരപ്പള്ളി കാടുകളിൽ തങ്ങിയിട്ടുള്ളവർ വിചിത്രമായ ഒരു അനുഭവം പങ്കുവയ്ക്കാറുണ്ട്. തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു ബാലനെ കാട്ടിനുള്ളിൽ കണ്ടിട്ടുണ്ടത്രേ. എന്നാൽ പകലെ കാഴ്ച ആരും കണ്ടിട്ടില്ലതാനും. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വെച്ച് മരണപ്പെട്ട ഒരു ബാലന്റെ ആത്മാവാണ് ഇപ്പോഴും കറങ്ങി നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ട്രെക്കിങ്ങിനായി ഇവിടെ എത്തുന്നവർ ക്യാമ്പ് ഫയറുമൊക്കെയായി കാട്ടിൽ തന്നെ തമ്പടിക്കുന്നു. ഇരുട്ടിൽ ഭയപ്പെടുത്തുന്ന തിളങ്ങുന്ന കണ്ണുകളുമായി നിൽക്കുന്ന ആ ബാലനെ അവർ കണ്ടിട്ടുണ്ടത്രേ. നമ്പർ 4, ആദിവാസി യുവാവിന്റെ ആത്മാവ്. വയനാടിന്റെ കവാടമായ ലക്കിടിയിൽ കരിന്തണ്ടൻ എന്ന ആദിവാസി യുവാവിന്റെ ആത്മാവ് അലഞ്ഞു തിരിയുന്നതായി ചിലർ വിശ്വസിക്കുന്നു. കരിന്തണ്ടനായി ബന്ധപ്പെട്ടും ഒരു കഥയുണ്ട്. ഒരിക്കലൊരു ബ്രിട്ടീഷ് എഞ്ചിനീയർ വഴി അന്വേഷിച്ച് ഇവിടെ എത്തി. ദുർഘടമായ കാട്ടുപാതയിലൂടെയുള്ള വഴി കാണിച്ചു കൊടുത്തത് കരിന്തണ്ടൻ എന്ന ആദിവാസി യുവാവായിരുന്നു. എന്നാൽ ആവശ്യം കഴിഞ്ഞപ്പോൾ ഇയാളെ ബ്രിട്ടീഷുകാരൻ വകവരുത്തുകയും ചെയ്തു. മരിച്ച കരിന്തണ്ടന്റെ ആത്മാവ് അവിടെ വിട്ടുപോകാൻ തയ്യാറായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കരിന്തണ്ടൻ കണ്ടുപിടിച്ച ആ വഴിയിലൂടെ യാത്ര ചെയ്തവരെയെല്ലാം ശല്യം ചെയ്തു തുടങ്ങി. ഇതിന് പ്രതിവിധിയായി ഒരു മന്ത്രവാദി കരിന്തണ്ടനെ ചങ്ങലയിൽ ബന്ധിച്ച് ഒരു മരത്തിൽ കെട്ടിയിട്ടു. മരം വളരുന്നതിനോടൊപ്പം ചങ്ങലയും വളരുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇതുവഴി കടന്നു പോകുന്നവർ ഇപ്പോഴും കരിന്തണ്ടനെ ഭയക്കുന്നു. ചങ്ങല മരത്തെ അവർ ഭയത്തോടെയാണ് നോക്കാറുള്ളത്. ഒറ്റമുണ്ട് മാത്രമെടുത്ത് വഴിയരികിൽ നിന്ന് തുറച്ചു നോക്കുന്ന ഒരു യുവാവിനെ പലപ്പോഴായി ചിലർ ഇവിടെ കണ്ടിട്ടുള്ളതായും സാക്ഷ്യപ്പെടുത്തുന്നു. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.